നൂറിന് ഇൻഫോടെക് പാലക്കാട് അവതരിപ്പിക്കുന്ന ടാലി പ്രൈം മലയാളം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാലി പ്രൈമിൽ വരുന്ന വൗച്ചർ എൻട്രീസിനെ കുറിച്ചിട്ടാണ്. ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നു എന്ന് തെളിയിക്കുന്ന ഒരു റെസിപ്റ്റ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റിനെയാണ് നമ്മൾ വൗച്ചർ എന്ന് പറയുന്നത്. വൗച്ചർ മെയിനായിട്ട് രണ്ട് ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് വന്നിട്ട് ക്യാഷ് വൗച്ചറും മറ്റേത് നോൺ ക്യാഷ് വൗച്ചറാണ്. ക്യാഷ് റെസിപ്റ്റ്, ക്യാഷ് പേയ്മെൻറ്റ് ഇതുപോലെയുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ ക്യാഷ് വൗച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നോൺ ക്യാഷ് വൗച്ചേഴ്സ് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ നോൺ ക്യാഷ് വൗച്ചേഴ്സിൽ കൊണ്ടുവരുന്നത്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ്, ക്രെഡിറ്റ് സെയിലൊക്കെയാണ്. ഇനി ഈ ക്യാഷ് വൗച്ചറിനെ തന്നെ നമ്മൾ രണ്ടായി തിരിക്കുന്നുണ്ട്. ഒന്ന് ഡെബിറ്റ് വൗച്ചറും രണ്ടാമത് ക്രെഡിറ്റ് വൗച്ചറും. ഡെബിറ്റ് വൗച്ചർ എന്ന് പറയുന്നത് ക്യാഷ് പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്. ക്രെഡിറ്റ് വൗച്ചേഴ്സ് പറയുന്നത് ക്യാഷ് റെസിപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്. ടാലിക്കകത്ത് നമുക്ക് ഡീഫോൾട്ട് ആയിട്ടുള്ള കുറേ വൗച്ചേഴ്സ് ഉണ്ട്. അത് വന്നിട്ട് ട്രാൻസാക്ഷൻ്റെ അണ്ടറിൽ വൗച്ചേഴ്സിലാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ കോൺട്രാ, പേയ്മെൻറ്റ്, റെസിപ്റ്റ്, ജേർണൽ, സെയിൽസ്, പർച്ചേസ്, പിന്നെ അതർ വൗച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ് വൗച്ചേഴ്സും അതുപോലെ തന്നെ ഇൻവെൻട്രി വൗച്ചേഴ്സിനാണെങ്കിലും കുറേ വൗച്ചേഴ്സ് കാണാൻ കഴിയും. ഇതിനകത്ത് ഇത് കൂടാതെ നമുക്ക് പുതിയതായിട്ട് ഒരു വൗച്ചർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വൗച്ചർ ടൈപ്പ് പറഞ്ഞ അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിൻ്റെ അണ്ടറിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി ഉള്ള വൗച്ചേഴ്സ് കൂടാതെ നമുക്ക് പുതിയതായിട്ടൊരു വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിൽ വരുന്ന വൗച്ചർ ടൈപ്പിനകത്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇതിനകത്ത് ക്രിയേറ്റ് വരുന്ന ഓപ്ഷനകത്ത് അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ വൗച്ചർ ടൈപ്പ് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് വൗച്ചർ ടൈപ്പ് ക്രിയേഷൻ പേജിനകത്താണ്. അപ്പോൾ ഇതിനകത്ത് നെയിമിൻ്റെ അവിടെ ഞാൻ ജസ്റ്റ് ടെസ്റ്റിംഗ് പറഞ്ഞിട്ടാണ് വൗച്ചർ ടൈപ്പ് കൊടുക്കുന്നത്. അതുപോലെ ഏലിയസ് നെയിം ഉണ്ട്, നമുക്കത് കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിക്കാം. നെക്സ്റ്റ് വരുന്നത് സെലക്ട് ടൈപ്പ് ഓഫ് വൗച്ചർ. അപ്പോൾ ഈ ടെസ്റ്റിംഗ് പറയുന്നത് നമ്മൾ പുതിയതായി ക്രിയേറ്റ് ചെയ്യുന്ന വൗച്ചർ ടൈപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി ഉള്ള വൗച്ചേഴ്സിൻ്റെ ഏതിൻ്റെ അണ്ടറിലാണ് വരേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പേയ്മെൻ്റ് അണ്ടറിൽ ഇത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അബ്രിവേഷൻ വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് പേയ്മെൻറ്റിൻ്റെ ഒരു ഷോർട്ട് കട്ട് PYMT വന്നിട്ട് വരും. നെക്സ്റ്റ് ചോദിക്കുന്നത് ഈ ഒരു വൗച്ചർ ടൈപ്പ് നമ്മൾ ആക്ടിവേറ്റ് ആക്കി വെക്കണമെന്ന്. അപ്പോൾ നമ്മൾ ലിസ്റ്റ് എടുക്കുമ്പോൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ അതർ വൗച്ചേഴ്സിൻ്റെ അണ്ടറിൽ നമുക്ക് ഇത് കാണാൻ കഴിയും. നോ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇനാക്റ്റീവായിട്ടായിരിക്കും കിടക്കുക. അപ്പോൾ ഞാൻ തൽക്കാലം എസ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പറിംഗ് ആണ്. ഇപ്പോൾ മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പറിങ്ങിൽ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വൗച്ചേഴ്സ് എടുക്കുമ്പോൾ മേലെ ഇപ്പോൾ പേയ്മെൻ്റ് ആണെങ്കിൽ പേയ്മെൻറ്റിൻ്റെ വൗച്ചർ നമ്പർ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരണോ മാനുവലായിട്ട് വരണോ എന്ന ഓപ്ഷനാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് നമ്പറിങ് പറയുന്നത് നമുക്ക് 4 ടൈപ്പാണ് മെയിനായിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് പറഞ്ഞാൽ നമ്മളിപ്പോൾ പേയ്മെൻറ്റ് വൗച്ചർ എടുക്കുമ്പോൾ തന്നെ പേയ്മെൻറ്റിൻ്റെ വൗച്ചർ നമ്പർ വന്നിട്ട് പേയ്മെൻറ്റ് നമ്പർ വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ 1 ആണെങ്കിൽ 1 മതി സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് നമ്മൾ അടിക്കുമ്പോൾ 2 പോവും, പിന്നെ 3 ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നെക്സ്റ്റ് വരുന്നത് ഓട്ടോമാറ്റിക് മാനുവൽ ഓവർറൈഡ്. അതായത് ഇതിനകത്ത് വരുന്നത് ഓട്ടോമാറ്റിക്കായിട്ടും നമ്പർ വരും, പക്ഷേ നമ്മൾ മാനുവലായിട്ട് ആ നമ്പർ ഇപ്പോൾ 10 ആണ് നമ്മളിപ്പോൾ ലാസ്റ്റ് നിൽക്കുന്ന പേയ്മെൻറ്റിൻ്റെ വൗച്ചർ നമ്പർ വെച്ചാൽ ഇപ്പോൾ ഒരു യൂസറിന് വന്നിട്ട് ആ 10നെ മാറ്റിയിട്ട് 20 ആക്കി വയ്ക്കാം. അപ്പോൾ പിന്നെ നമ്മൾ അടിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് 21, 22 പറഞ്ഞിട്ട് വരും. അതിനാണ് നമ്മൾ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മാനുവൽ ഓവർറൈഡ് പറഞ്ഞ നമ്പറിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് മാനുവലാണ്. മാനുവൽ പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്പർ വരാതെ നമ്മളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ അതിനകത്ത് അടിച്ചു കൊടുക്കുന്ന ഓപ്ഷനെയാണ് നമ്മൾ മാനുവൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് മൾട്ടി യൂസർ ഓട്ടോ പറഞ്ഞൊരു ഓപ്ഷൻ. ഈ ഓപ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു മൾട്ടി യൂസർ എൻവിറോൺമെൻറ്റിലാണ് നമ്മളൊരു ടാലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റത്തിലിരിക്കുന്ന യൂസർ പേയ്മെൻറ്റിൻ്റെ വൗച്ചർ ടൈപ്പിൽ 1ൽ വൗച്ചർ നമ്പറിൽ 1 ഓൾറെഡി അടിച്ച് ചെയ്യണ്ടാവും. അപ്പോൾ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് 2 ആയിരിക്കും അടിക്കേണ്ടി വരും.
അപ്പോൾ നെക്സ്റ്റ് യൂസർ അത് എടുക്കുന്ന സമയത്ത് പേയ്മെൻറ്റ് പറഞ്ഞ വൗച്ചർ എടുക്കുന്ന സമയത്ത് അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ വൗച്ചർ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് 2 ആയിരിക്കണം. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ 1 അടിച്ചു കഴിഞ്ഞാൽ അടുത്ത സിസ്റ്റത്തിൽ ഒരാൾ പേയ്മെൻറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് 2 ആവും. അതിനാണ് നമ്മൾ മൾട്ടി യൂസർ ഓട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നമ്പർ മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നണ്ണ് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ മാനുവലാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് പ്രിവെൻറ്റ് ക്രിയേറ്റിംഗ് ഡ്യൂപ്ലിക്കേറ്റ് വൗച്ചർ നമ്പേഴ്സ്. അതായത് ഇപ്പോൾ പേയ്മെൻറ്റ് വൗച്ചറിൽ 1 പറഞ്ഞൊരു വൗച്ചർ അടിച്ചു, പിന്നെ നമ്മൾ മാനുവലായിട്ട് അടിക്കുകയാണെങ്കിൽ 1 വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മെസ്സേജ് കാണിക്കണം വൗച്ചർ നമ്പർ ഓൾറെഡി എക്സിസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരാനാണ് പ്രിവെൻറ്റ് ക്രിയേറ്റിംഗ് ഡ്യൂപ്ലിക്കേറ്റ് വൗച്ചർ നമ്പേഴ്സ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എസ് കൊടുക്കാം, ജസ്റ്റ് എൻ്റർ അടിക്കാം. പിന്നെ വരുന്നത് യൂസ് എഫക്റ്റീവ് ഡേറ്റ്സ് ഫോർ വൗച്ചേഴ്സ്. ഈ ഒരു ഓപ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു ട്രാൻസാക്ഷൻ നടന്നു, അപ്പോൾ അത് നടക്കുന്നത് ഒരു ഡേറ്റിലാണെങ്കിൽ, ഇപ്പോൾ പ്രസൻറ്റ് ഡേറ്റിലാണെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എൻ്റർ ചെയ്ത് വെക്കും. എന്നിട്ട് ആ ട്രാൻസാക്ഷൻ ഫ്യൂച്ചർ ഡേറ്റിലാണ് നമ്മുടെ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഇൻവെൻറ്ററി എഫക്റ്റ് ചെയ്യേണ്ടതെങ്കിൽ അത് അങ്ങനെ വേണമെങ്കിൽ ഇവിടെ യൂസ് എഫക്റ്റീവ് ഡേറ്റ്സ് പറയുന്നത് എസ് ആക്കി കൊടുക്കാം. നെക്സ്റ്റ് പറയാൻ വന്നത് മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പറിങ് മാനുവൽ അല്ലാണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 2 എക്സ്ട്രാ ഓപ്ഷൻസ് അവിടെ വരും. പ്രിവെൻറ്റ് ക്രിയേറ്റിംഗ് ഡ്യൂപ്ലിക്കേറ്റ് വൗച്ചർ നമ്പേഴ്സും, അത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് വൗച്ചർ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് എസ് ആക്കി കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് സെറ്റ് ഓർ ആൾട്ടർ അഡീഷണൽ നമ്പറിംഗ് ഡീറ്റെയിൽസ്. അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കായി കൊടുക്കുന്ന സമയത്ത് ഏത് നമ്പർ മുതൽ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽസോടെ കൊടുക്കാൻ പറ്റും. അത് ജസ്റ്റ് ഇവിടെ എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രീന് വരും. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഏത് നമ്പർ മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. ഇപ്പോൾ 20 മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ 20 എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പ്രിഫിക്സ് ഡീറ്റെയിൽസും സഫിക്സ് ഡീറ്റെയിൽസും ഒക്കെ ഇതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന ഓപ്ഷനാണ് എലോ സീറോ വാല്യൂ ട്രാൻസാക്ഷൻ. സീറോ വാല്യൂ ട്രാൻസാക്ഷൻസ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു സാമ്പിൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ സാമ്പിളിൽ നമ്മൾ കോസ്റ്റ് വാങ്ങിക്കുന്നില്ല. അപ്പോൾ 2 സാമ്പിളായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റിൻ്റെ അവിടെ അല്ലെങ്കിൽ എമൗണ്ടിൻ്റെ അവിടെ നമ്മൾ 0 ആണ് കൊടുക്കുന്നത്. അപ്പോൾ ചില ട്രാൻസാക്ഷന് 0 വാല്യൂ ആക്സെപ്റ്റ് ചെയ്യില്ല. അഥവാ നമുക്ക് അങ്ങനത്തെ 0 വാല്യൂ ട്രാൻസാക്ഷൻ എലോ ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷന് എസ് ആക്കി കൊടുക്കാം. നെക്സ്റ്റ് വരുന്ന ഓപ്ഷനാണ് മേക്ക് ദിസ് വൗച്ചർ ടൈപ്പ് ആസ് ഓപ്ഷണൽ ബൈ ഡീഫോൾട്ട്. ചില ട്രാൻസാക്ഷൻസ് വന്നിട്ട് നമ്മൾ ഓപ്ഷനായി വെക്കേണ്ടി വരും. കാരണം അത് നടക്കുന്ന സമയത്ത്, അത് ഒക്കർ ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് അത് എഫക്റ്റ് ആയാൽ മതി. അപ്പം അങ്ങനത്തെ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് എസ് ആക്കി കൊടുക്കാം. നെക്സ്റ്റ് വരുന്നതാണ് എലോ നറേഷൻ വൗച്ചറും പ്രൊവൈഡ് നറേഷൻസ് ഫോർ ഈച്ച് ലെജർ വൗച്ചറും. ഇത് നമ്മൾ ഒരു വൗച്ചർ അടിക്കുന്നതിന് സമയത്ത് നമുക്ക് താഴെ കാണാൻ ഒരു ബോക്സ്, നറേഷൻ പറഞ്ഞിട്ടൊരു ബോക്സ് കാണാൻ കഴിയും. ആ ബോക്സ് അവിടെ വരണമെങ്കിൽ നമുക്ക് ഇവിടെ എസ് ആക്കി കൊടുക്കണം. ഇത് നോ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ വൗച്ചറിനകത്ത് അത് കാണത്തില്ല. നെക്സ്റ്റ് വരുന്നത് ഓരോ ലെഡ്ജറിനും നമുക്കൊരു നറേഷൻസ് കൊടുക്കണമെങ്കിൽ, അപ്പോൾ നമ്മൾ ഫർണിച്ചർ പറഞ്ഞ ലെഡ്ജർ ട്രാൻസാക്ഷൻസിൽ എടുത്തെങ്കിൽ ആ ഫർണിച്ചറിൻ്റെ അണ്ടറിൽ ഒരു നറേഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷന് എസ് ആക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടെക്സ്റ്റിംഗ് പറഞ്ഞൊരു വൗച്ചർ ടൈപ്പ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇനി ആ ടെക്സ്റ്റിംഗ് വരുന്ന വൗച്ചർ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൗച്ചേഴ്സിൽ പോകുന്നുണ്ട്. അതിനകത്ത് അതർ വൗച്ചേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റിംഗ് പറഞ്ഞൊരു വൗച്ചർ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് F5 ആണ്. അതുപോലെ പേയ്മെൻറ്റ് ഷോർട്ട് കട്ട് കീയും F5 ആണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടെസ്റ്റിംഗ് പറയുന്നത് നമ്മൾ പേയ്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഷോർട്ട് കട്ട് കീ സെയിം വന്നത്. ജസ്റ്റ് ആ ടെസ്റ്റിങ്ങിൽ ഒന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ നറേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ നറേഷൻ വന്നു. അപ്പോൾ ആ നറേഷൻ്റെ അവിടെ നമ്മൾ നോ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ നമുക്ക് കാണാൻ കഴിയുകയില്ല. ഇതുപോലെ ടെസ്റ്റിംഗ് പറഞ്ഞൊരു പുതിയൊരു വൗച്ചർ ടൈപ്പ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വൗച്ചർ ടൈപ്പ് എങ്ങനെ ഓൾട്ടർ ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഓൾട്ടറിൽ പോവാം, വൗച്ചർ ടൈപ്പ് എടുക്കാം. അതിൽ നിന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്ത വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്യാം.
ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്താം. ഞാനിവിടെ എല്ലോ നറേഷൻ വൗച്ചർ നോ ആക്കി കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് സേവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വൗച്ചർ ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനകത്ത് നറേഷൻ വരുന്ന ബോക്സ് കാണാൻ കഴിയില്ല. അതർ വൗച്ചേഴ്സിനാണ്ട് ടെസ്റ്റിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നറേഷൻ പറഞ്ഞൊരു ബോക്സ് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വിസിബിളായിട്ട് കാണാൻ കഴിയുന്നതില്ല, കാരണം നമ്മളവിടെ നോ ആക്കി കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ആ ഫീച്ചേഴ്സിൽ നമ്മൾ എന്തൊക്കെ രീതിയിൽ സെറ്റ് ചെയ്യണോ അതിനനുസരിച്ച് നമ്മുടെ വൗച്ചേഴ്സ് വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു വൗച്ചർ ടൈപ്പ് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി വൗച്ചർ ടൈപ്പ് എടുക്കുക, ടെസ്റ്റിംഗ് എടുക്കാം. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു വൗച്ചർ ടൈപ്പ് ഇവിടെ ട്രാൻസാക്ഷൻസിൽ എവിടെയും യൂസ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ ഡിലീറ്റ് ചെയ്തിട്ട് മാത്രമായിരിക്കും ഇവിടെ വന്നിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഡിലീറ്റ് വരുന്ന ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്യണം, യെസ് കൊടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് പറഞ്ഞ ആ ഒരു പുതിയ വൗച്ചർ ടൈപ്പ് ഡിലീറ്റ് ആയി പോയിണ്ടാവും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനാക്റ്റീവ് ആയിട്ടുള്ള വൗച്ചർ ടൈപ്സിനെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾട്ടറിൽ പോയിട്ട് വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്തെല്ലാം ആക്റ്റീവായിട്ടുള്ള വൗച്ചർ ടൈപ്സാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഇനാക്റ്റീവ് ആയിട്ടുള്ള വൗച്ചർ ടൈപ്സും ഉണ്ട്. അത് കാണുന്നതിന് വേണ്ടിയിട്ട് ഷോ ഇനാക്റ്റീവിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. പിന്നെ അതിനകത്ത് അറ്റൻഡൻസ്, ജോബ് വർക്ക് ഇൻ ഓർഡർ, ജോബ് വർക്ക് ഔട്ട് ഓർഡറൊക്കെ ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ആക്റ്റീവ് ആക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ പേ റോളാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും, യു നീഡ് ടു എനേബിൾ ദ പേ റോൾ ഫീച്ചേഴ്സ് ഫോർ യുവർ കമ്പനി, എനേബിൾ നൗ ചോദിച്ചാൽ യെസ് കൊടുക്കാം. ഇവിടെ പേ റോളിൻ്റെ എല്ലാം കൊടുത്തിട്ട് ആക്ടിവേറ്റ് ദിസ് വൗച്ചർ ടൈപ്പ് യെസ് കൊടുത്തതിന് ശേഷം ഒന്ന് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും പേ റോൾ പറയുന്നത് എനേബിൾ ആയിട്ടുണ്ടാവും. നേരത്തെ അത് ഡിസേബിൾ ആയിരുന്നു, അപ്പോൾ അത് എനേബിൾ ആയി. ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. കൂടുതൽ ഇൻറ്ററാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണുവാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.